ഇന്ന് രണ്ടാമത്തെ നോമ്പിൻ്റെ അത്താഴത്തിന് എഴുന്നേറ്റത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു 4 മണിയാകുമ്പോഴത്തേക്ക് എഴുന്നേൽക്കും. ഞാനാണ് ഫസ്റ്റ് എഴുന്നേൽക്കുക. ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ ചിലപ്പോൾ എഴുന്നേറ്റ് വരും. അല്ലാന്നുണ്ടെങ്കിൽ 4:30 ആകുമ്പോഴേ ഞാൻ പിന്നെ കുട്ടികളെ വിളിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നലത്തെ നമുക്ക് ബീഫ് കറി ആയിരുന്നു കേട്ടോ. അതിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ചൂടാക്കിയാൽ മതി കേട്ടോ. അതുകൊണ്ട് തന്നെ സിമ്പിളാണ്. 4:30ക്ക് എണീറ്റാൽ മതിയായിരുന്നു. എന്നാലും ഞാൻ ഇനിയിപ്പോൾ ലേറ്റ് ആവേണ്ട വെച്ചിട്ട് നേരത്തെ എണീറ്റു. പിന്നെ നമുക്ക് അപ്പത്തിന് അരച്ച് വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ അപ്പം ചുട്ടെടുത്താൽ മതി. അപ്പം ഞാൻ കുറച്ച് എണ്ണ അപ്പം ചുട്ട് കഴിയുമ്പോൾ അവരെ വിളിക്കും കേട്ടോ. അവരെ വിളിച്ച് അവിടെ ഇരുത്തും. അപ്പോൾ അവരുടെ ഉറക്കത്തിൻ്റെ ആ ഒരു ചടവൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ഫുഡ് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ കട്ടൻ ചായ ഇടുന്നുണ്ട്. കട്ടൻ ചായ നമുക്കങ്ങനെ ശീലമില്ല. നമ്മളെല്ലാ ദിവസവും കട്ടൻ ചായ ഒന്നും കുടിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുട്ടികളെ വിളിക്കാൻ പോവാണ്. ഞാൻ റൂം അടച്ചിട്ടിട്ടാട്ടോ പോകും. കാരണം ഇവിടെ എലിയുടെ ചെറിയൊരു ശല്യം മേലേന്ന് വരുന്നുണ്ട് എലി. അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് ഇനിയിപ്പോൾ എലി കയറിയാലോ വെച്ചിട്ട് അങ്ങനെ കുട്ടികളെ വിളിച്ച് കുട്ടികൾക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട്. ഇക്കയും കഴിക്കുന്നുണ്ട്, ഞാനും ഇപ്പോൾ കഴിക്കും. കഴിച്ച് കഴിഞ്ഞിട്ട് ബാങ്ക് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ നിസ്കരിക്കും കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ കഴിക്കാൻ പോവാണേ. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും നിസ്കാരപ്പായൊക്കെ വിരിച്ചിടും. കുട്ടികളുടെ കേട്ടോ ചെറുത്. ഇപ്പോൾ അവർക്ക് ചെറുതായി, എന്നാലും നമ്മളൊരു സ്പേസിന് വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ കിടക്കും കേട്ടോ. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ അതാക്കിക്കൂട്ടം മുണ്ടൊക്കെ കൊടുത്ത് റെഡി ആയിരിപ്പുണ്ട്. അതിനും മഫ്തയും ഈ നിസ്കാര കുപ്പായം ഞാൻ തയ്ച്ചു കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന നിസ്കാര കുപ്പായം ഞാൻ തയ്ച്ചിട്ടുള്ളതാണ് കേട്ടോ.